സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയും ആക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവഹിതത്തോട് സഹകരിക്കുന്ന മനുഷ്യൻ തന്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ മനുഷ്യനെ കൈവെടിയുകയില്ല. അവന് വേണ്ടി പാഴ്മലകളിൽ നദികളും അവന് വേണ്ടി താഴ്വരകളുടെ മധ്യേ ഉറവകളും ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചത് തന്റെ ഏകജാതനായ യേശുവിനെ നൽകിക്കൊണ്ടാണ്. ആ കർത്താവായ യേശുവിനെ ആരെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കുന്നുവോ അവരെ കുറിച്ച് വചനം പറയുന്നു. പുറപ്പാട് 23:25 വ്യക്തമാക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുന്ന് നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടത്തേക്ക് നന്ദി പറയാം. അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ എടുത്തു മാറ്റുന്ന ദൈവം, നാം ഒരിക്കലും ഉയരില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം, ആ കർത്താവ് നമ്മുടെ കാൽ വഴുതുവാൻ ഇടവരുത്തുകയില്ല. അവിടുത്തെ മഹത്വപ്പെടുത്താം. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശു, നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, ഇതുവരെയും നമ്മെ നടത്തിയ അവിടുത്തെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതു ഉള്ളിൽ പോലും നനച്ചതല്ല, ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ,
നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. പലരും നമ്മെ തള്ളിക്കളഞ്ഞപ്പോഴും നമ്മെ വേദനിപ്പിക്കുമ്പോഴും നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ ചെയ്ത നന്മകൾക്ക് നന്ദി പറയാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ഓ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് മഹത്വം. യേശുവേ, അങ്ങേക്ക് ആരാധന. നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.